പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ തുടർന്ന് ബഹുമാനപ്പെട്ട സോജനച്ചൻ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ, നിയോഗ പ്രാർത്ഥന. അങ്ങനെ വെച്ച് എന്താ ഇതിൻ്റെ അർത്ഥം, എന്താണ്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പം അച്ഛൻ നമ്മളുടെ ഈ ധ്യാന കേന്ദ്രത്തിൽ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന ഈ ആശ്രമോ ധ്യാന കേന്ദ്രത്തിൻ്റെ സുപ്പീരിയറായിട്ടുള്ള അച്ഛനാണ്. അച്ഛൻ നമുക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചൊരു വചനം തരും. ആ വചനമാണ് നിങ്ങളിൽ ഫലമാകുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത എന്നാണെന്നറിയോ, വചനപ്രഘോഷണമാണ്. അല്ലെങ്കിൽ നമ്മൾ ഓർക്കോ ഇനി അത് പ്രസംഗമാണോ എന്ന് ചിന്തിക്കും. നിങ്ങൾ വചനം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നല്ല നിലത്ത് വീണ വിത്ത്, ആ വിത്ത് 100% റിസൾട്ടായി. ചിലത് 60% റിസൾട്ട് കിട്ടി, ചില 30% റിസൾട്ട് കിട്ടി. അങ്ങനെ മാർക്ക് അടിസ്ഥാനത്തിൽ എഴുതിയിരിക്കുന്നത്. ചിലത് 100% റിസൾട്ട് കറക്റ്റായി, ചിലത് 60, ചിലത് 30. എന്തായാലും ഇത് വായിക്കുമ്പോൾ അറിയാം, ഈ വചനം ഒരു വിത്ത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വീണാൽ ഒന്നെങ്കിൽ 100% ആ നിയോഗം ഫലിക്കും, ഇല്ലെങ്കിൽ 60% അത് ഫലം ഉണ്ടാവും, ഇല്ലെങ്കിൽ 30%. എന്തായാലും ഓർത്തോ, അതിനൊരു ഫലമുണ്ട്. എൻ്റെ ഈ കഷ്ടപ്പാടിന്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് പ്രിയപ്പെട്ട സോജനച്ചനെ സമർപ്പിക്കുന്നു. അച്ഛൻ ഇന്ന് പറയുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വിത്ത് പോലെ വീഴുകയാണ്. പിശാചിനൊരാഗ്രഹമുണ്ട്, നീ വചനം മനസ്സിലാക്കരുത്, ഇഷ്ടപ്പെടരുത്, അത് കേൾക്കാൻ സമ്മതിക്കത്തില്ല. പിശാചിൻ്റെ ആ ഒരു ലക്ഷ്യത്തെ പൊട്ടിച്ചു കളയണം. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഈ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വീഴണം. അത്ഭുതങ്ങൾ നിങ്ങളിൽ സംഭവിക്കും. അത് ഫലമായി മാറും, അത് ഉത്തരമായി മാറും, അത് അനുഗ്രഹമായി മാറും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇവിടെ സോജനച്ചനെ വചന ശുശ്രൂഷ ഒരു ചെറിയ നിമിഷം അച്ഛൻ നിങ്ങളോട് വചനത്തിലൂടെ പങ്കുവച്ച് നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് വലതുകാരം ഉപയോഗിച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാവർക്കും സുഖമല്ലേ? ചില ആൾക്കാർ ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുക. അപ്പം അവരോട് സുഖമാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് പറയാനച്ചാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി കഷ്ടപ്പെട്ട് ഇവിടെ വന്ന ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കുക, അച്ഛാ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛാ ഒന്ന് കടന്നാൽ മതി, മടുത്ത്. ശരീരം ബലഹീനമാണെങ്കിൽ അവരെന്ത് ചെയ്യും? ആഗ്രഹം കൊണ്ട് ഇവിടെ നിൽക്കുക. ഹല്ലേലൂയ. ശരീരം ബലഹീനമാണെങ്കിലും അവരുടെ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട്, ജീവിതത്തിൻ്റെ പ്രതിസന്ധി കൊണ്ട് ഈശോയെ കുറച്ചും കൂടി സ്നേഹിക്കാം എന്നുള്ള ധാരണയിൽ ഇവിടെ ആയിരിക്കാം. നമുക്കൊരു നിമിഷം എല്ലാവർക്കും കാര്യങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കാം. 100-300 പേര് ഈ ആലയത്തിലുണ്ട്, ഈ അനുഗ്രഹ ധ്യാന ഹോളിലുണ്ട്. ഈ വചന ഹോളിൽ എല്ലാവരും ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവജനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ തലമുടി നാര് പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഈശോയ്ക്ക് വ്യക്തിപരമായിട്ടറിയാം. ഈ വചനത്തിന് അർത്ഥം എന്ന് പറയുന്നത് ഈശോയ്ക്ക്, ദൈവത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരെയും അറിയാം. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നൽകും. നമുക്കെല്ലാവർക്കും ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നിയോഗങ്ങൾ നീ അവർക്ക് സാധിച്ചു കൊടുക്കണേ. നമുക്കെല്ലാവർക്കും കണ്ണുകൾ തുറക്കാം. നമ്മളിന്ന് ഒരു വചനം പഠിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ചൊല്ലിത്തരുന്ന വചനം നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലി പറയുക. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ പരുന്തിനെ പോലെ പറന്നുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. നമുക്ക് ഇതിനെക്കുറിച്ചൊന്ന് കാണാൻ വേണ്ടി പോകാം. അതിനു മുമ്പ് നമ്മൾ സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ കാണാൻ വേണ്ടി പോവാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ അത് ഹന്ന എന്ന് പറയുന്ന ഒരു വീട്ടമ്മ വരികയാണ്. ആദ്യത്തെ അധ്യായമാണ് സാമുവേൽ പ്രവചനം. അതിൽ ആദ്യം കാണുന്ന ഒരു കുടുംബത്തെ കാണിക്കുന്നത്, അപ്പനെ ഭാര്യേനെയൊക്കെ കാണിക്കുകയാണ്.
ഹന്നയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൾ മാത്രം അറിയുന്നൊരു ബുദ്ധിമുട്ട്, അവളുടെ ഉള്ളിലൊരു വിഷമം. അവൾക്ക് സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവളുടെ ഉള്ളിലൊരു ഹൃദയത്തിൽ വിങ്ങുന്നൊരു വേദനയുണ്ട്. ആ വേദന എന്ന് പറയുന്നത് അവൾക്ക് ഒരു മക്കളില്ലായിരുന്നു. അപ്പോൾ അവൾ എന്ത് ചെയ്തു? മറ്റുള്ളവരെല്ലാവരും ഇവിടെ കുത്തി സംസാരിക്കും, വേദനിപ്പിക്കും. അപ്പോൾ അവൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. അവൾ ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി അവൾക്കറിയുന്നത് പോലെ പ്രാർത്ഥിച്ചു. അവൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു. അവൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഏലി എന്ന് പറയുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുക. അപ്പം വിചാരിച്ചു ഇവളെന്ത് ചെയ്തു? മദ്യലഹരിയിൽ എന്തെങ്കിലും പറയുന്നതാന്ന് വിചാരിച്ചു. വഴക്ക് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരു മകനില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇവൾ പറഞ്ഞു കേട്ട് ഉടനെ തന്നെ ഏലി പ്രവാചകൻ പറയാണ്, അടുത്ത പ്രാവശ്യം നീ ഈ ആലയത്തിൽ വരുമ്പോൾ നിനക്കൊരു കുട്ടിയുണ്ടാകും. അതിനു മുമ്പ് സുവിശേഷം ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു, അവർ ആണ്ടുതോറും ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് വന്നു. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. സക്രിയ പ്രവാചകനെക്കുറിച്ചും ഏലിശ പുണ്യവതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരെന്താ? ഒരു ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരായിരുന്നു. യേശുപിതാവിനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയുന്ന അവർ ആണ്ടുതോറും ദേവാലയത്തിൽ വരുന്ന ആളുകളായിരുന്നു. അപ്പോൾ അവർ ആദ്യം എന്താ ചെയ്തേ? കർത്താവിൻ്റെ നിയമങ്ങൾ കൃത്യമായിട്ട് അവർ പാലിച്ചുകൊണ്ടിരുന്നു. രണ്ടാമതായിട്ട് അവൾ എന്ത് ചെയ്തു? അവൾ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഏലി പ്രവാചകൻ അവളോട് പറയുന്നൊരു കാര്യമുണ്ട്, സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അതുവരെ അവളെ കാണുന്ന ഇങ്ങനെ ഒരു വിഷമമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഏലി പ്രവാചകൻ ഈ വചനം കേട്ടപാട് അവൾ എന്ത് ചെയ്തു? സുവിശേഷം പറഞ്ഞു വയ്ക്കാൻ അവൾ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. പിന്നീട് അവൾ വിഷമിച്ചില്ല. അവൾ എന്ത് ചെയ്തു? ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തിൻ്റെ ഈ വചനത്തിൽ അവൾ ആശ്രയിച്ചപ്പോൾ അവൾ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവൾ പറഞ്ഞില്ല, എങ്കിൽ 10 മാസം കഴിഞ്ഞ് ഞാൻ പ്രസവിക്കുമല്ലോ, അത് കഴിഞ്ഞ് ഞാൻ സന്തോഷിക്കാമെന്ന് പറയാതെ അവൾ എന്ത് ചെയ്തു? എപ്പോഴാണോ ഏലി പ്രവാചകൻ പറഞ്ഞത് ദൈവത്തിൽ ആശ്രയിക്കുക, സമാധാനത്തോടു കൂടി പോവുക, ദൈവം നിനക്ക് നടത്തി തരുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ അവൾ സന്തോഷിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾ വന്ന എല്ലാവരും എപ്പോൾ മുതൽ സന്തോഷിക്കണം? ഇപ്പോൾ മുതൽ നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങൾ 3 നിയോഗങ്ങൾ എഴുതി ഈ അൾത്താരയിൽ നിങ്ങൾ സമർപ്പിക്കും. ഈ മുമ്പിലിരിക്കുന്ന പ്ലാസ്റ്റിക് കൊട്ടയിലല്ല നിങ്ങൾ ഇടുന്നത്, അല്ലെങ്കിൽ നിയോഗ പ്രാർത്ഥന എന്ന് പറയുന്ന ഈ അലുമിനിയം പെട്ടിയിലല്ല ഇടുന്നത്, മറിച്ച് നിങ്ങൾ എവിടെ ഇടുന്നത്? ഈശോയുടെ മനസ്സിലാണ് നിങ്ങൾ ഇടുന്നത്. നിങ്ങൾ ഇടുന്നത് ഈ പ്ലാസ്റ്റിക് കൊട്ടയിലല്ല, മറിച്ച് ഈശോയുടെ മനസ്സിലാണ് ഇടുന്നത്. നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്, ഒരു വിധവയായ സ്ത്രീ 2 ചെമ്പ് നാണയങ്ങൾ ദേവാലയത്തിൽ കൊണ്ടിടുന്നത്. അവൾ ഇട്ടത് ദേവാലയത്തിലെ ഭണ്ഡാരത്തിലല്ല, മറിച്ച് ഈശോയുടെ മനസ്സിലിട്ടു. സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് നിയോഗ പ്രാർത്ഥന ഇന്നും നാളെയുമായി ഈ അൾത്താരയിൽ ഈ ബലിവേദിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത്? ഈശോയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത്? ഈശോയുടെ കയ്യിലാണ് കൊടുക്കും. ഈശോയുടെ കയ്യിൽ എന്ത് കൊടുത്താലും എന്ത് ചെയ്യും? അത് ഈശോ ആശീർവദിച്ച് മുറിച്ച് നമുക്ക് തരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഹന്നായെപ്പോലെ ദൈവത്തിൽ വിശ്വസിച്ച് അവൾ തിരിച്ചുപോയി. ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. 10 മാസത്തോളം കാത്തു നിന്നില്ല. സ്നേഹം നിറഞ്ഞവരെ, ഈ അൾത്താരയിൽ കൂടിയിരിക്കുന്ന ഈ ബലിവേദിയിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ദൈവത്തിലാണ് സമർപ്പിക്കുന്നത്. ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഈ ഹോളിലല്ല, മറിച്ചിൻ്റെയും ഈശോയുടെ മനസ്സിലാണ് സമർപ്പിക്കുന്നത്. നമ്മൾ രണ്ടാമതായിട്ട് കാണാൻ പോവുകയാണ്, ജോബിൻ്റെ പുസ്തകത്തിൽ ജോബിനെല്ലാം ഉണ്ടായിരുന്നു. ജോബ് തകർന്നടിഞ്ഞു, ഒന്നുമില്ല, സമ്പത്തില്ല, മക്കളില്ല, ആകെ ജീവിത പങ്കാളിയുണ്ട്, ആരോഗ്യമില്ല, എല്ലാം ക്ഷയിച്ച് തകർന്നടിഞ്ഞ് ജോബ് അങ്ങനെ കിടക്കുക. അങ്ങനെ തകർന്നടിഞ്ഞ് ജോബ് കിടക്കുമ്പോൾ ജോബിൻ്റെ ജീവിത പങ്കാളിയായിട്ട് വന്ന് പറയുക, ഇത്ര നാൾ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? കൂട്ടുകാർ വന്ന് പറഞ്ഞ് എന്തിനെങ്ങനെ പ്രാർത്ഥിക്കുന്ന, എല്ലാം നഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകൾ പറയും, നിങ്ങൾ ഇന്നലെ ഈ ധ്യാനകേന്ദ്രത്തിലേക്ക് വരുവാന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, എന്തിനാ കഷ്ടപ്പെട്ട് ഈ മഴയും നിറഞ്ഞ് ടിക്കറ്റ് ഒന്നും ഇല്ലാതെ നിന്ന് ട്രെയിൻ കയറി വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷെ ജോബ് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ദശ ഈ തൊലി ഉരിഞ്ഞു പോയാലും ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കും. എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ദശ പോയാൽ പോലും ഞാൻ എന്ത് ചെയ്യും? ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും.
ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി തന്നെ തിരിച്ചു പോരുന്നു. ദൈവം തന്നു, ദൈവം എടുത്ത്, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്താം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മൾ മനസ്സിൽ വിചാരിച്ച് 3 നിയോഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഹന്ന എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്, അവളത് വിശ്വസിച്ചു. ദൈവം എനിക്ക് നടത്തി തരുമെന്ന് അവൾ വിശ്വസിച്ചു. ഹന്ന പറയാണ്, എനിക്കൊരു മകനുണ്ടാകുമ്പോൾ ആ മകനെ ഞാൻ ദേവാലയത്തിൽ സമർപ്പിക്കും, അവൻ്റെ തലയിൽ അവനെ ഞാൻ തലമുടി ഒരിക്കലും വെട്ടുകയില്ല. അവൾ എന്ത് ചെയ്തു? അവൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ പ്രാർത്ഥന ദൈവം കേട്ടുവെന്നും ആ ദൈവം നടത്തി തരുമെന്ന് വിശ്വസിച്ചു. ആ പ്രാർത്ഥനയുടെ മുകളിൽ അവൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. അവിടെ പ്രാർത്ഥനയുടെ മുകളിൽ അവൾ സ്വപ്നം കാണാൻ തുടങ്ങി. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ മനസ്സിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥന കൊണ്ടുവരാം. ചിലപ്പോൾ നല്ലൊരു വീടിന് വേണ്ടിയായിരിക്കാം. ആ വീടിൻ്റെ മുകളിൽ നമുക്ക് സ്വപ്നം കാണാം, നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. ചേട്ടൻ എൻ്റെ മക്കളൊക്കെ പഠിച്ച് വിദേശത്ത് ജോലി പോകുന്നതാകാം, അത് നമുക്ക് സ്വപ്നം കാണാം. അവർ വിദേശത്ത് ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് സ്വപ്നം കാണാൻ വേണ്ടി പറ്റും. എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, ഒരു സമാധാനത്തിന് അന്തരീക്ഷമൊന്നും ഉണ്ടാവില്ല. എൻ്റെ കുടുംബം സമാധാനത്തോടു കൂടി പോകുന്നത് നമുക്ക് സ്വപ്നം കാണാം. ഈശോ എനിക്കിപ്പോൾ നടത്തി തന്നു എന്ന് ഹന്ന പുണ്യവതി വിശ്വസിച്ചതുപോലെ നമുക്ക് വിശ്വസിക്കാം. ജോബ് പറഞ്ഞതുപോലെ, എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടുത്താലും എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. കാരണം ഞാനിവിടെ സമർപ്പിക്കുന്ന പ്രാർത്ഥന മുഴുവൻ ഈശോയുടെ മനസ്സിലാണ് സമർപ്പിക്കുന്നത്. ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയുണ്ട്. അതെൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഒരു കരങ്ങൾ ഉയർത്തി ഉച്ചസ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, യേശുവേ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ആദ്യം കേട്ട വചനം നമുക്ക് ഒന്നും കൂടി കേൾക്കാം. ഇതിൽ പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. നമ്മുടെ ജീവിതത്തിൽ പണ്ട് നമുക്കൊരു ശക്തി ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും ഇപ്പോൾ നമുക്ക് ആ ശക്തി ക്ഷയിച്ചതുപോലെ തോന്നുക. പണ്ടത്തെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പണ്ടത്തെ പോലെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിലുള്ള ആളുകളോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ നമുക്ക് പറ്റുന്നില്ല. വചനം പറയുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ശക്തിയെല്ലാം പതുക്കെ പതുക്കെ തിരിച്ചു വരാൻ തുടങ്ങും. രണ്ടാമതായിട്ട് പറയണം, അവർ പരുന്തുകളെ പോലെ പറന്നുയരും. പരുന്തിന് എല്ലാ പക്ഷികളെക്കാട്ടും കൂടുതൽ ഉയർത്തി പറക്കുന്ന ആരാ? പരുന്താണ്. നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു കാക്ക ഒരു പരുന്തിനെ ആക്രമിക്കുകയാണ്. പരുന്തിൻ്റെ തലേനെ മേലെ കയറി നിന്ന് പരുന്തിനെ കുത്തിക്കൊണ്ടിരിക്കുക. പരുന്ത് തിരിച്ചൊന്നും ചെയ്തില്ല. പരുന്ത് ചെയ്തു? ഉയരങ്ങളിലേക്ക് പറന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ കാക്കയ്ക്ക് ശ്വാസമൊന്നും കിട്ടാതെ പതുക്കെ പതുക്കെ കാക്ക ബോധം കിട്ടുള്ളൂ. നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം, പ്രതിസന്ധികളുണ്ടാകാം. അതിൻ്റെയൊക്കെ മുകളിൽ കൂടി പറക്കാൻ വേണ്ടി ഈശോ നമ്മളെ സഹായിക്കും. നമ്മൾ പ്രശ്നങ്ങളിങ്ങനെ താഴെ നിൽക്കും, നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടി പറ്റും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുകളിൽ പറന്നു ചെന്ന് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും തിരുവചനം പറയാണ്, നിങ്ങൾ ഓടിയാലും നിങ്ങൾ ക്ഷീണിക്കുകയില്ല. എത്ര പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾക്ക് ഓടാൻ വേണ്ടി പറ്റും. കാരണം നിങ്ങളല്ല ഓടുന്നത്, മറിച്ച് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓടും. വീണ്ടും നമ്മൾ പറയാം, എത്ര നടന്നാലും നിങ്ങൾ തളരുകയില്ല. ജീവിതത്തിലെ ചില സമയത്തൊക്കെ നമുക്ക് തോന്നും നമ്മൾ തളർന്നു പോയല്ലോ, മടുത്തു പോയല്ലോ എന്ന് തോന്നും. പക്ഷേ ഇനി മുതൽ നമ്മൾ തളരുകയില്ല. കാരണം എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈശോ ഏറ്റെടുത്തു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടി ആ വചനം ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരും. ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ ആ വചനത്തെ
മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുമായിരിക്കുന്ന സ്ഥലത്തൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ ഇപ്പോൾ അവസാനിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും താമസിക്കാൻ സൗകര്യം തന്നെ തികയത്തില്ലാത്ത വിധം ആളുകളുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ സഹായം നമുക്കെല്ലാവർക്കും ലഭിക്കും. പ്രത്യേകിച്ച് എല്ലാവരും ഒരു കാര്യം ഓർക്കണം, നിങ്ങളൊരു നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നമ്മളിവിടെ വന്നത് ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഇവിടെ വന്നതും ഒരു നിയോഗത്തോടെയാണ്. എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ പണ്ട് എൻ്റെ അടുത്ത് വരുന്നവരോട് ഞാൻ സംസാരിക്കാറുണ്ടായിരുന്നു. ഞാൻ അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ തല കുലുക്കി അത് കേൾക്കും, ചെറു പുഞ്ചിരിയോടെ കേൾക്കും. പക്ഷെ ഒരു മാറ്റവും ആ വ്യക്തിക്ക് ഉണ്ടായിട്ടില്ലെന്ന് പിന്നീട് അറിയാനും പറ്റും. കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒരാളുടെ ജീവിതത്തെ മാറ്റം വരുത്തിയില്ല. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ ഒരു സ്വരം, ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്, എല്ലാം നീ പറഞ്ഞു കൊടുത്തോ, ആ കൂട്ടത്തിലൊരു വചനവും പറഞ്ഞു കൊടുക്കണം. ആ വചനത്തിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ ആ വ്യക്തിയിൽ മാറ്റം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. കുടുംബത്തിൽ മാറ്റം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ചുമ്മാ ബുദ്ധി കുറഞ്ഞു കൊടുത്ത് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഭർത്താവിനൊരു കൗൺസിലിംഗ് കൊടുക്കണം. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, ഉപദേശിച്ചു. അദ്ദേഹം അത് തലകുലുക്കി സ്വീകരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടു അദ്ദേഹം പഴയ പോലെ തന്നെ പോകുന്നുണ്ട്. അന്നേരമാണ് ഒരു കാര്യം മനസ്സിലായത്. ആ കൂട്ടത്തിൽ നീ ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആ വചനത്തിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. ആ വ്യക്തിയിലുള്ള ബന്ധനങ്ങൾ അഴിയും, ആ കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ മാറും. നിങ്ങളൊരു നിയോഗത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരെയും ചേർത്ത് വയ്ക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സഹായം ശക്തമായി നിങ്ങൾക്കുണ്ടാകട്ടെ. ആമേൻ.